ഹായ് മക്കളെ, ഇന്ന് December 3, 2024. നമ്മുടെ ബോർഡ് എക്സാമിനേഷന് നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത് വെറും 73 ഡേയ്സ് മാത്രമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ മക്കളെല്ലാവരും കടന്നു പോകുന്ന സിറ്റുവേഷൻസ് കുറച്ച് മോശമായിരിക്കും. എല്ലാവരും എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യും, എങ്ങനെയാണ് പഠിച്ച് തീരുമോ ഇല്ലയോ, മാത്സിന് മാർക്ക് ഉണ്ടാവില്ല, സയൻസിന് മാർക്ക് ഉണ്ടാവില്ല, മോഡൽ എക്സാമിനൊന്നും. അപ്പോൾ എങ്ങനെ നമ്മളൊരു ഫുൾ മാർക്കിലേക്ക് എത്തും എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെയും നിങ്ങളെ ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കാം എന്നാണ് സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും ഓരോ ഫാക്കൽറ്റീസും ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കംപ്ലീറ്റ് റിവിഷൻ പ്രോഗ്രാമുമായിട്ട് അഥവാ എൻഡ് ഗെയിം ബാച്ചുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. സോ ഈ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ എങ്ങനെയാണ് ഇൻസ്റ്റാലേൺ ആക്സസ് ചെയ്യുക, എന്താണ് ഈ ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇനിയുള്ള സമയം നമ്മളൊരു NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തീർക്കുക അല്ലെങ്കിൽ ഒരു ഗൈഡ് എടുത്ത് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ തലേന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ ഒട്ടും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? ഇൻസ്റ്റാലേൺ. സൈലത്തിന്റെ ഇൻസ്റ്റാലേൺ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. സോ മക്കളെ, ഈ ഇൻസ്റ്റാലേൺ എങ്ങനെ നമ്മുടെ ആപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് സൈലന്റ് ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ബാച്ച് സെലക്ട് ചെയ്യുക. ബാച്ച് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന്റെ ഇൻസ്റ്റാലേൺ ആണോ വേണ്ടത്, സബ്ജക്റ്റ് താഴോട്ടേക്ക് ഓൾ ക്ലാസ്സസിൽ വന്നിട്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്യാം. ഇനി ഏത് ചാപ്റ്റർ ആണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നപ്പം ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ ഫസ്റ്റ് ഓപ്ഷൻ ലെക്ചേഴ്സ് ആയിരിക്കും. അതിന്റെ തൊട്ട് സൈഡിലൊരു ഓപ്ഷൻ നോട്ട്സ് എന്ന് പറഞ്ഞ് കാണാം. അതിൻ്റെയും തൊട്ട് റൈറ്റ് സൈഡിൽ DPPs കാണാം. അതിൻ്റെയും തൊട്ട് സൈഡിലായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ DPP PDFs എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഇൻസ്റ്റാലേൺ വന്ന് കിടക്കുന്നുണ്ടാവും. ഓരോ ചാപ്റ്ററിൻ്റെയും ഇൻസ്റ്റാലേൺ, അതായത് ചാപ്റ്റർ എടുക്കുക, DPP PDF എന്ന ഓപ്ഷൻ എടുക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇൻസ്റ്റാലേൺ ആ ഒരു മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുക്കാവുന്നതാണ്. ഫയൽ മാനേജറിലേക്ക് ഒരു തവണ ഡൗൺലോഡ് കൊടുത്താൽ വന്നിട്ടില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഫയൽ മാനേജറിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്കത് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാവുന്നതാണ്. സോ മക്കളെ, ഇൻസ്റ്റാലേൺ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഓരോ ചാപ്റ്ററിന്റെ പഠനവും നിങ്ങൾ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ബോർഡ് എക്സാമിനേഷനിലേക്ക് മുഴുവൻ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങളും എന്നും ഉണ്ടാവും.